ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിസൾട്ട് ആകാൻ പോകുന്നത് ആക്ച്വലി ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നില്ല. എല്ലാവരും റിസൾട്ടിന് അന്ന് തന്നെ ലൈവ് വീഡിയോ റിയാക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അത് ചെയ്തില്ല. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് മാറ്റേഴ്സ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. പേടി 3:30 റിസൾട്ട് പബ്ലിഷ് ആവും. പക്ഷേ ഞാൻ വിചാരിച്ചത് 4 മണിക്ക് നോക്കാനാണ്. കാരണം എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ്. കാരണം മാത്സൊക്കെ നല്ല രീതിക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നു. ബി+ എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റാണ് മാത്സ്. സോ ഞാൻ എന്തായാലും ഇതിന് മുന്നേ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതിന് ശേഷം ഇടുന്ന വീഡിയോ കാണുന്നുണ്ടാവില്ല. സോ ഞാനങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഏറ്റവും റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്താ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് +2 റിസൾട്ട് നല്ല പേടിയുണ്ടായിരുന്നു വരുന്നതിൽ. ഐ മീൻ ലിറ്ററലി നല്ല പേടിയുണ്ടായിരുന്നു. പേടിയുണ്ടെങ്കിൽ പോലും പുറത്ത് എനിക്ക് അത്ര പേടി പ്രകടമായിരുന്നില്ല. അത് ആക്ച്വലി സ്മൈലിങ് ലാഫിങ് അങ്ങനെ തന്നെയായിരുന്നു. ഒരു 3:30 സംതിങ് അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു എന്നോട്, എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, നീ നോക്കിയോ ചോദിച്ചു. ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ അയക്കി, ഞാൻ നോക്കട്ടെ പറഞ്ഞു. അപ്പം ലൈക്ക് നോ വേ, ഞാൻ തരില്ല, ഞാൻ തന്നെ നോക്കുള്ളൂ, കുറേ കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ പറഞ്ഞു നോക്കാം, ഞാൻ ജസ്റ്റ് നോക്കട്ടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. ഏട്ടൻ നോക്കി. ഞാൻ ചോദിച്ചു കാരണം ഇല്ല അങ്ങനെ രീതിയിലാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ടെൻഷൻ കൂടി. എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അതിന് ശേഷം 4 മണി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ലൈക്ക് അവളുടെ മാർക്കും എൻ്റെ മാർക്കും എപ്പോഴും ഒരേപോലെ ഉണ്ടാവുക. ലൈക്ക് കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ അവൾക്ക് 70% ആണെങ്കിൽ എനിക്ക് 71 അല്ലെങ്കിൽ 70 ആ ഒരു റേഞ്ച് എനിക്ക്. നമ്മളൊക്കെ എപ്പോഴും ഒരേപോലെ മാർക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര മാർക്കാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പേര് മാത്സിലാണ്. അത് കിട്ടും, കൂടുതൽ കിട്ടും, കുറവ് കിട്ടും. ലൈക്ക് ഫുൾ സ്ട്രെസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ 4 മണിയായി, 4:05 ഞാൻ വിചാരിച്ചു നോക്കാം. എൻ്റെ ഏട്ടൻ പറഞ്ഞു എനിക്ക് PDF അയച്ചു. ആക്ച്വലി എൻ്റെ ബ്രദർ എനിക്കൊരു PDF അയച്ചു തന്നു. നീ ഓക്കെ ആകുമ്പോൾ നീ കണ്ടോട്ട്, വെറുതെ നീ റിസൾട്ട് അങ്ങനെ നോക്കണ്ട, എനിക്ക് പേടിയാണെങ്കിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. എനിക്ക് ഈ മാത്സിൽ B+ ഉണ്ടാവുമോ? ഏട്ടൻ പറഞ്ഞു K+ ഉണ്ട്. മാത്സിലോ? അങ്ങനെ എനിക്ക് ധൈര്യം വന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ റിസൾട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതായിരുന്നു എൻ്റെ റിസൾട്ട്. എൻ്റെ ഏട്ടൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആൻഡ് ഹി സെഡ് സെൻഡ് മീ എ PDF. സോ ലെറ്റ്സ് ലുക്ക്. സോ അതെനിക്ക് A+. കാരണം നിങ്ങൾക്ക് എഴുതിയെടുത്ത മാർക്കിന് എനിക്ക് A+ ഒന്നും ഇല്ല. ഞാൻ പറയുന്നില്ല എഴുതിയെടുത്ത എത്ര മാർക്ക് നിന്ന്. പ്രാക്ടിക്കൽസും പിന്നെ +1 എനിക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് മാത്രമാണ് +1 എനിക്ക് A+ കിട്ടിയത്. ഞാൻ കുറച്ച് ബേസ് മാർക്കുണ്ട്. ബട്ട് സ്റ്റിൽ A+ കിട്ടിയതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കിട്ടിയതാണ്. ഐ മീൻ +1 ഞാൻ പഠിച്ച് മാർക്ക് ഉണ്ടാക്കിയത് തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും മാത്സിന് A+ കിട്ടുക. ആൻഡ് എനിക്ക് സങ്കടമായത് ഫിസിക്സിൽ A+ കിട്ടാത്തതുകൊണ്ടാണ്. കാരണം മാത്സിനെക്കാട്ടും നന്നായി ഞാൻ എഴുതിയ സബ്ജക്റ്റാണ് ഫിസിക്സ്. +1 എനിക്ക് ഫിസിക്സ് മാർക്ക് കൂടുതലാണ് കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് പോലും എനിക്ക് കെമിസ്ട്രിയിലാണ് A+ കിട്ടിയത്, ഫിസിക്സിൽ കിട്ടിയില്ല എന്നാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കെമിസ്ട്രിയിൽ A+ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ല. പക്ഷേ ഫിസിക്സ് എനിക്ക് എത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, അതിൽ കിട്ടാതെ എനിക്ക് സങ്കടമായി. എനിക്ക് +1 കെമിസ്ട്രിയിൽ മാർക്ക് കുറവില്ല. അത്ര കുറവെന്നല്ല, A+ ഇല്ലായിരുന്നു. പക്ഷെ +2 കിട്ടി. അറിയില്ല ഫിസിക്സ്. പിന്നെ എനിക്ക് ലാബിലും 2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത മണ്ടത്തരം കാരണമാണ് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതെനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് വന്നു. എനിക്ക് 5 A+ഉം ഒരു A ആണ്. ആ ഒരു A ആണ് എനിക്ക് നടത്തിയത്. ഞാൻ ചിലപ്പം റിവാലുവേഷൻ ഓർക്കും, ഉറപ്പില്ല. കാരണം 6 മാർക്കിനാണ് ഡിഫറൻസ്. 6 മാർക്കൊക്കെ റിവാലുവേഷൻ ചെയ്ത് കിട്ടുമെന്നൊരു ഡൗട്ടാണ് എനിക്ക്. കാരണം 2 പ്രാവശ്യം ടീച്ചേഴ്സ് പേപ്പറൊക്കെ നോക്കുന്നതാണ്. സോ എനിക്കൊരു ഡൗട്ടുണ്ട്. നോട്ട് ഷുവർ. ബയോളജി എനിക്ക് പ്രാവശ്യം കൂടുതലാണ് +2 മാർക്ക്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. +1 ഞാൻ ഇംഗ്ലീഷ് എനിക്കൊട്ടും സാറ്റിസ്ഫൈ ആയിട്ടില്ല എക്സാം എഴുതിയത്. ഞാൻ ആഗ്രഹവും വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ A+ കിട്ടിയത് അത്ഭുതമായിരുന്നു. പിന്നെ ഇതിലും എനിക്ക് നല്ല മാർക്കുണ്ട്. ഐ എം സോ ഹാപ്പി. ലാംഗ്വേജിനാണെങ്കിലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ മാർക്ക് 100 മാർക്ക് കുറഞ്ഞു. ഇപ്രാവശ്യം ഫുൾ മാർക്ക് 100 മാർക്ക് കുറഞ്ഞു. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല.
പിന്നെ ബാക്കി സബ്ജക്ട്സിനൊക്കെ ബയോളജി വളരെ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. മാത്സിന് എനിക്ക് A+ ഇല്ലെങ്കിൽ പോലും ഐ വുഡ് ബി ഹാപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സിന് എനിക്ക് അതൊരു നല്ല സങ്കടമുണ്ട്. ആൻഡ് എൻ്റെ 1200 എൻ്റെ 1110 ആണ് വരുന്നത്. 92.5% ആണ് എൻ്റെ പെർസെൻറ്റേജും വരുന്നത്. സോ ദിസ് ഇസ് ഇറ്റ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ ഒരു മാർക്ക്, റിവീലിംഗ് എവറിത്തിങ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. സി മാർക്ക് എനിക്ക് ആഡ് ആയിട്ടുണ്ട്, 20 ആയിരുന്നു ആഡ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സോ ദിസ് ഇസ് മൈ മാർക്ക്. ആൻഡ് എനിക്ക് ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം ഹാപ്പി. പിന്നെ ഞാൻ എടുക്കുന്ന കോഴ്സിന് ഞാൻ എടുക്കാൻ വിചാരിക്കുന്ന കോഴ്സിന് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള മാർക്കാണ് എനിക്ക് കിട്ടിയത്. മാത്സിനും ഫിസിക്സിനും 50% മാർക്കുണ്ട്. സോ എനിക്ക് ആ കോഴ്സിനെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ മാർക്ക് എന്താണ് കമൻറ്റ് ചെയ്യാം. സോ